ഹായ് ഹലോ വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മുട്ട വെച്ചിട്ട് ഒരു അടിപൊളി സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്സ് റെസിപ്പി ആയിട്ടാണ് വന്നത്. മുട്ടച്ചമ്മന്തി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ആ ഒരു മുട്ടച്ചമ്മന്തി അതിൻ്റെ ആ ഒരു ടൈപ്പല്ല കേട്ടോ, ഇത് വേറെ ടൈപ്പാണ്. അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കുക. ആർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതുമാണ് കേട്ടോ. ആദ്യം ഉണ്ടല്ലോ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ചമ്മന്തി റെഡിയാക്കിയെടുക്കണം. ബിരിയാണി ചമ്മന്തി. ഈ ഒരു റെസിപ്പി എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ഞാൻ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് മല്ലിയില, പുതിനയില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി ഇതെല്ലാം കേട്ടോ, പിന്നെ പച്ചമുളക് ഇതെല്ലാം കേട്ടോ എടുത്തിന്. പിന്നെ പുതിനയിലെക്കാട്ടിലും കൂടുതൽ മല്ലിയില എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പുതിനേൻ്റെ അളവ് കുറേ കൂടുണ്ട് കേട്ടോ. അങ്ങനെ ആകുമ്പം ആ ഒരു ഫ്ലേവറും മുന്നിലായിട്ടുണ്ടാവും. പിന്നെ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതാണ് കുറച്ചും കൂടി നല്ലത് കേട്ടോ. വെല്ലുള്ളി ആണെങ്കിൽ അതിൻ്റെ ഒരു ഹാഫ് വേണ്ട, ഒരു ഭാഗം മതി കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പുളിനാരങ്ങ പുളിക്ക് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം പേസ്റ്റായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. വെള്ളം കുറച്ച് മാത്രം മതി കേട്ടോ, വെള്ളത്തിൻ്റെ അളവ് കൂടണ്ട. അങ്ങനെ ബിരിയാണി ചമ്മന്തിയുടെ റെഡി ആയിട്ടുണ്ട്. ഇത് ബിരിയാണീൻ്റെ സൈഡായിട്ട് കഴിക്കാനും അടിപൊളി ടേസ്റ്റായി. ഈ ചമ്മന്തി വെച്ചിട്ട് കുറേ റെസിപ്പീസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ബ്രെഡ് വെച്ചിട്ട്, പിന്നെ അതുപോലെ തന്നെ ഈ മുട്ട വെച്ചിട്ട്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇന്നിപ്പോൾ എന്തായാലും നമ്മൾ മുട്ട വെച്ചിട്ടാണല്ലോ കാണിക്കുന്നത്. അങ്ങനെ ഇതാ മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ 2 കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അടുത്തതുണ്ടല്ലോ ഈ മുട്ട ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കുക ചമ്മന്തി വെച്ചിട്ട്. ഫുള്ളായിട്ട് തന്നെ കവർ ചെയ്തെടുക്കണേ. കവറാക്കിയിട്ടില്ലെങ്കിൽ നമ്മളിത് ഫ്രൈ ചെയ്ത സമയത്ത് പൊട്ടിത്തെറിക്കാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് പറഞ്ഞത് ചമ്മന്തി ഫുള്ളായിട്ട് തന്നെ കവർ ചെയ്തെടുക്കുക. ഈസിയായി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ചമ്മന്തി ഉണ്ടാക്കുന്ന ആ ഒരു പണി മാത്രമേ ഉള്ളൂ. ചമ്മന്തി ഉണ്ടാക്കാനും വലിയ പണിയൊന്നുമല്ലല്ലോ, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതല്ലേ. അങ്ങനെ ഇതാ ഫുള്ളായിട്ട് തന്നെ കവറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും അങ്ങനെ തന്നെ ചെയ്തെടുക്കേ. നമ്മളിത് കടല മാവിൽ മിക്സ് ആക്കിയിട്ട് ചെയ്യലില്ലേ, അതിനേക്കാളും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇത് ഭയങ്കര സോഫ്റ്റാണ്. കടലമാവ് ഒന്നുകൂടി ചെറിയൊരു ഹാർഡ് പോലെയല്ലേ ഉണ്ടാവുക, ഇത് ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ. അതിനേക്കാളും കൂടുതൽ ടേസ്റ്റാണിത്. അങ്ങനെ എല്ലാ മുട്ടയും കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഒരു 30 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കണം. നിങ്ങൾക്ക് വെക്കാൻ സമയമില്ലെങ്കിൽ ഫ്രീസറിൽ ഒരു 15 മിനിറ്റെങ്കിലും വെക്കണം. ഈ മുട്ടയൊന്ന് സെറ്റായി കിട്ടണം. ഡയറക്റ്റായിട്ട് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് പറ്റൂല കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് സെറ്റായി കിട്ടൂല. ഇത് കോട്ട് ചെയ്തെടുക്കുന്നതാണ്. അങ്ങനെ ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ പുറത്തെടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഇതാ മൈദൻ്റെ മിക്സിൽ മുക്കിയെടുത്തിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. മൈദൻ്റെ മിക്സ് അറിയാമല്ലോ, കുറച്ച് മൈദപ്പൊടി എടുക്കുക, വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് കലക്കിയെടുക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഇതാ ബ്രെഡ് ക്രംസിൽ മൊത്തത്തിലായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ബാക്കിയുള്ളതും അങ്ങനെ തന്നെ ചെയ്തെടുക്കുക. ബ്രെഡ് ക്രംസിലെല്ലാം ഇതാ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തത് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ചൂടായിട്ടുള്ള ഓയിൽ ഇതാ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ, 1 മിനിറ്റ് അത്ര മാത്രം മതി. ഈ ബ്രെഡ് ക്രംസിൻ്റെ കളർ മാറിക്കഴിഞ്ഞാൽ തന്നെ ഇതിൽ നിന്ന് കോരിയെടുക്കാം കേട്ടോ, അത്രേ വേണ്ടൂ. പിന്നെ ഫുള്ള് ചമ്മന്തി വെച്ചിട്ട് കവർ ചെയ്തിട്ടില്ലെങ്കിൽ മുട്ട പൊട്ടി തെറിക്കാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ, മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. കളർ 2 സൈഡും നല്ലോണം മാറി വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതാ കോരി എടുക്കുന്നുണ്ട് കേട്ടോ. ബാക്കിയുള്ളതും അതുപോലെ തന്നെ ചെയ്തെടുക്കുക. പിന്നെ ഒരു കാര്യം, ഒരു സൈഡ് കളർ നല്ലോണം മാറി വന്നാൽ മാത്രമേ തിരിച്ചിട്ട് കൊടുക്കാൻ പറ്റൂ. പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് കൊടുത്താൽ പൊട്ടിപ്പോവും, പിന്നെ ചമ്മന്തി എല്ലാം പുറത്തായി പോവും. ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കിട്ടാ. ഭയങ്കര ഈസി അല്ലേ, കുറേ ടൈമൊന്നും വേണ്ടല്ലോ, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതല്ലേ. അങ്ങനെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ഉണ്ടാവുക. സോസിൻ്റെ ഒന്നിച്ചെല്ലാം കഴിക്കാൻ അടിപൊളി ടേസ്റ്റ്. സോസൊന്നും വേണ്ട ആവശ്യമില്ല, വിറകിന് കഴിക്കാനും നല്ലതാണ്. ഇഫ്താറിന് എന്തായാലും സ്പെഷ്യലായിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി അടുത്ത നല്ല റെസിപ്പിയെല്ലാം ആയിട്ട് കാണാം. താങ്ക് യു, ബൈ.